അവിഹിതവും അത് കണ്ടുപിടിച്ചാലുള്ള പുലിവാലുമാണ് പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം. ഇത് പറയാൻ കാരണം അവിഹിത ബന്ധം ആരോപിച്ച് KSRTC കഴിഞ്ഞ ദിവസം ഒരു വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നടപടിയിൽ തിരുത്തൽ വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ KSRTC. വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം പിൻവലിച്ചതായി KSRTC അറിയിച്ചിരിക്കുകയാണ്. KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ സദാചാര നടപടി വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷൻ നടപടി കണ്ടക്ടറെയും KSRTCയിലെ വനിതാ ജീവനക്കാരെയും അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നാണ് ആക്ഷേപം. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി എടുത്താണ് KSRTC നടപടിയെടുത്തത്. ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ പെരുമാറി എന്നുള്ളത് കണ്ടെത്തിയായിരുന്നു സസ്പെൻഷൻ. പക്ഷെ അതിലേക്ക് എത്തിയ അവിഹിത ബന്ധം വിവരിച്ചെഴുതിയ KSRTC വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവാണ് വിവാദത്തിൽ എത്തിയിരിക്കുന്നത്. കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് ഡ്രൈവറുടെ ഭാര്യ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് തെളിവായി ഭർത്താവിന്റെ വാട്സാപ്പ് ചാറ്റുകളും ചില ദൃശ്യങ്ങളും അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഗണേഷ് കുമാർ വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു കാര്യം അയച്ചു തന്നാൽ ഡയറക്ടർക്ക് നടപടി എടുക്കാതിരിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സർവീസിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളും തെളിവുകളായി ഭാര്യ നൽകിയിരുന്നു. ഭാര്യയുടെ പരാതിയിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് KSRTC വിജിലൻസ് വിഭാഗം ഉത്തരവിറക്കിയത്. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ സംസാരിച്ചു. ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി യഥാസമയം യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ ഇറക്കി വിട്ടില്ല, യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നു തുടങ്ങിയവയൊക്കെയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സസ്പെൻഷൻ പിൻവലിച്ചുവെങ്കിലും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും വീടുകളിലെ അസ്വസ്ഥത മാറിയിട്ടില്ല. ജോലിക്ക് എത്തുമ്പോഴുള്ള അപമാനവും മറ്റ് ജീവനക്കാരുടെ ചോദ്യങ്ങളും അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും എല്ലാം അൺസഹിക്കബിൾ ആണ്. ഇതെല്ലാം അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കൂ. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇതെല്ലാം അനുഭവിച്ചയാളാണ് നടപടിക്ക് ശുപാർശ ചെയ്തത് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. ഒടുവിൽ വിവാഹബന്ധം വേർപിരിയൽ വരെ നടത്തിയ ആശാനാണ് ഇതിന് നടപടിയെടുക്കാൻ പറഞ്ഞതും ഒഴിവാക്കാൻ പറഞ്ഞതും. സ്വന്തം കാര്യത്തിൽ അനുഭവിച്ചതൊക്കെ മറ്റുള്ളവർ കൂടി അനുഭവിക്കട്ടെ എന്നുള്ള ചിന്താഗതി ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.